ഗുഡ് ഈവനിങ് വ്യൂസ്. 8 ആണിന്ന്. ഇന്നലെ വൈകുന്നേരം ആഫ്റ്റർനൂൺ മാർക്കറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു ഷാർപ്പ് റിക്കവറി മാർക്കറ്റിലുണ്ടായി. സോ ഐ സീരിയസ്ലി ഡൗട്ട് ഇറ്റ് വാസ് സം ഓപ്പറേറ്റേഴ്സ് പ്ലേഡ് ബിക്കോസ് ഇന്നലെ എക്സ്പയറി ആയിരുന്നു. സോ അതേ ഓപ്പറേറ്റേഴ്സിനെ ഇന്ന് മാർക്കറ്റിനെ താത്തുകയും ചെയ്തു. സോ ഈ ഒരു ലെവല് വളരെ ക്രിട്ടിക്കൽ ലെവലാണ് മാർക്കറ്റിനെ സംബന്ധിച്ചോളം. ഈ 24,350 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് വിൽ കം ഡൗൺ. സോ ദിസ് ഇസ് വെരി തിങ്കളാഴ്ച ഇപ്പോൾ മാർക്കറ്റ് എങ്ങനെ ഓപ്പൺ ചെയ്യുന്നുള്ള കാര്യം നമുക്കറിയില്ല. പക്ഷേ ദിസ് ഈസ് എ വെരി വെരി ക്രിട്ടിക്കൽ സപ്പോർട്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ നിഫ്റ്റി ഈ ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കുറവാന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ ഇതിൻ്റെ വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ന്യൂഡൽഹി എങ്ങനെയാണ് വാഷിങ്ടണായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വാട്ട് ആർ ദി ന്യൂഡൽഹീസ് ഓപ്ഷൻസ്. ഇതിപ്പം യു എസ് ആയിട്ടുള്ള ട്രേഡിൽ ഇന്ത്യക്ക് എന്താണ് റിസ്ക് ഉള്ളത്, എന്താണ് ഓപ്ഷൻസ് ഉള്ളത്. സോ ദ ഓൺലി സൊല്യൂഷൻ ഈസ് ദാറ്റ് എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ ഈ ഗവൺമെൻറ് ഒരു വാർ ലൈക്ക് സിറ്റുവേഷൻ കൊണ്ടുവരുന്നതിന് നല്ലത്. ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഒരു ഒരു അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ട് രണ്ടുപേരും കളിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. കാരണം ഇത് ഇന്ത്യൻ പൊളിറ്റീഷ്യൻസ് ആർ ഓൾസോ playing to win the ground. പക്ഷേ thing is that in the trade negotiations you have to negotiate further. കാരണം വെച്ചാൽ അവർ ഡിമാൻഡ് ചെയ്യുന്ന യു ഹാവ് ടു ഓപ്പൺ ദി വാസ്റ്റ് ഡയറി സെക്ടർ. ഇന്ത്യൻ്റെ ഫാം സെക്ടറിൽ ഓപ്പൺ ചെയ്യണം ഇന്ത്യൻ മാർക്കറ്റ്. സോ ഗവൺമെൻറ് പറയുന്നത് ഞങ്ങൾക്ക് ഫാമേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യണം. ഇത്ര കൊല്ലമായിട്ട് നമ്മൾ ഫാമേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടില്ല. ഇന്നാളത്തിൽ ആലുവാലിയൻ്റെ ഒരു പഴയ മണ്ടി സിംഗ് ആലുവാലി പറഞ്ഞ പോലെ ഇന്ത്യൻ ഫാമേഴ്സ് എന്തെന്നാ ഇവിടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട്സ് ഉണ്ടാക്കുന്നുണ്ടോ, വളരെ വാല്യൂ ആഡഡ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുന്നത്. കുറേ ബസ്മതി റൈസും ചാവലും ഉണ്ടാക്കിയിട്ട് പണ്ട് മിഡിൽ ഈസ്റ്റ് കൺട്രീസിൽ എക്സ്പോർട്ട് ചെയ്യുന്നതല്ലാണ്ട് വേറെ ഇന്ത്യൻ ഫാമേഴ്സ് എന്താ എക്സ്ക്ലൂസീവായിട്ട് എന്താ ഉണ്ടാക്കുന്നുള്ളൂ ബേസിക്കലി പറയാൻ വെച്ചാൽ. So I think we have to import some good fruits, good dairy products, good cherries and good cheese and good wines. ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ അറിയില്ല. നമ്മുടെ രാജ്യത്ത് വളരില്ല. പക്ഷേ ഇതുപോലുള്ള സംഗതി ഇമ്പോർട്ട് ചെയ്യാനെ കൊണ്ട് എന്താ ഇതിനകത്ത് ഇപ്പോൾ തെറ്റുള്ളത്? സോ ഐ ഡോണ്ട് തിങ്ക് ഈ ഗവൺമെൻറ് ഇതിൽ ഒരു പൊളിറ്റിക്കൽ ഗെയിനിന് വേണ്ടിയിട്ട് ദേശഭക്തിയും രാജ്യഭക്തിയെല്ലാം പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. കാരണം വെച്ചാൽ ട്രേഡ് നെഗോഷിയേറ്റ് ചെയ്യാണ്ട് ഇന്ത്യക്ക് ഇപ്പം ഇത്ര ടാരിഫ് കൊടുത്ത സ്ഥിതിക്ക് സെയിം ടൈം ദിസ് ഇസ് അഡ്വാൻറ്റേജ് ഫോർ പാകിസ്ഥാൻ, ദിസ് ഇസ് അഡ്വാൻറ്റേജ് ഫോർ ബംഗ്ലാദേശ്, ശ്രീലങ്ക, വിയറ്റ്നാം. ഈ കൺട്രീസൊക്കെ ടാരിഫ് വളരെ കുറവാണ്. സോ ഇന്ത്യൻ്റെ എക്സ്പോർട്ട് അവർ റെഡിയാ ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഞാനിന്ന് കേട്ടുവെന്ന് വെച്ചാൽ പ്രൈം മിനിസ്റ്റർ പറയുന്നത് വെച്ചാൽ ഈസ് റെഡി ടു പേ എ ഹെവി പ്രൈസ്. ഈസ് റെഡി ടു പേ ഹെവി പ്രൈസ് ബിക്കോസ് ഈ വാണ്ട് ടു വിൻ ദ ഇലക്ഷൻ, ദാറ്റ്സ് ഓൾ. എവറി പൊളിറ്റീഷ്യൻ വാണ്ട്സ് ടു വിൻ ദ ഇലക്ഷൻ, ബട്ട് ദ പബ്ലിക് ഈസ് ഗോയിങ് ടു സഫർ എന്നുള്ള ഒരു സംശയം അതിൻ്റെ അകത്ത്. കാരണം ഈ ട്രേഡ് ഇന്ത്യയിൽ, കാരണം ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഞാനിന്ന് കേട്ടത് ഇന്ത്യൻ ഓയിൽ കമ്പനി, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, BPCL, മാംഗ്ലൂർ റിഫൈനറി, പെട്രോ കെമിക്കൽസ്, അവരിപ്പം റഷ്യൻ ഓയിൽസ് കുറച്ച് വാങ്ങുന്നത് കുറച്ച്. പക്ഷേ ഈ റഷ്യൻ ഓയിൽ എന്താ ഈ റഷ്യൻ ഓയിൽ ഉള്ളത്? റഷ്യൻ ഓയിൽ ഇന്ത്യക്ക് കൊടുക്കുന്ന ആ കുറച്ചെന്തോ സബ്സിഡി കൊടുക്കുന്നുണ്ട്. ഈ സബ്സിഡിക്ക് വേണ്ടിയിട്ടാണ് ഇതുവരെ. ഇപ്പോൾ സബ്സിഡി നാളെ ഇല്ലയെന്ന് വെച്ചാൽ, എന്തോ ഒരു ഡിസ്കൗണ്ട് ഇല്ലയെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് സെയിം ആസ് ദ പ്രൈസ് യു ഹാവ് ടു പേ എവരിവെയർ. ഇപ്പം മിഡിൽ ഈസ്റ്റിൽ നിന്ന് കിട്ടുന്നതും ഇറാഖിൽ നിന്ന് കിട്ടുന്നതും ഇതൊക്കെ ഓയിൽ പ്രൈസ് സെയിം തന്നെയാണ് അവർക്ക് റഷ്യൻ ഓയിലിൻ്റെ ഡിസ്കൗണ്ട് ഇല്ലെങ്കിലും. സോ ദാറ്റ് ഈസ് ഓൺലി അഡ്വാൻറ്റേജ് വി ഗെറ്റ്. ബട്ട് ഈ വൺസ് സ്റ്റോപ്പ് ദി ഡിസ്കൗണ്ട്, ദാറ്റ് മീൻസ് എന്തുകൊണ്ടാണ് ഡിസ്കൗണ്ട് കൊടുത്തതെന്ന് വെച്ചാൽ റഷ്യക്ക് യൂറോപ്പിലൊന്നും ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല. യൂറോപ്പിലൊക്കെ അവരൊക്കെ ഈ റഷ്യൻ എനർജി ആരും വാങ്ങുന്നില്ല ഇപ്പം. കാരണം റഷ്യ ഇന്ന് ഞാൻ വായിച്ചു, പുടിൻ പറയുന്നത് വാർ അവർ അഗ്രിവേറ്റ് ചെയ്യുന്ന പറയുന്നത്. കാരണം ഈ ക്രൈംലിനിൽ പറയുന്നത് കേൾക്കുന്ന ഈ യുക്രൈനിലെ 5-6 ടെറിട്ടറി കൂടി അവർ പിടിച്ചടക്കി കഴിഞ്ഞാൽ മാത്രമേ ഈ യുദ്ധത്തിന് വിരാമമുള്ളൂ. അതുവരെ യുദ്ധം വളരെ ഇൻറ്റൻസിഫൈ ചെയ്യുന്നപ്പോൾ പുടിൻ പറയുന്നത് വെച്ചാൽ ഇത് ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ദ വാർ. നമ്മളോട് ആരും നെഗോഷിയേറ്റ് ചെയ്യാൻ വരേണ്ട, നമ്മൾ ഈ വാർ എൻഡ് ചെയ്യും. 5-6 പ്രൊവിൻസ് കൂടി നമ്മൾ പിടിച്ചടക്കാനുണ്ട്, അതിനുശേഷം മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ള കാര്യം. സെലൻസ്കീസ് വാർ സോ ദാറ്റ് വേ ഇറ്റ് ഈസ് ഗോയിങ് ഓൺ. പക്ഷേ ഇതിൻ്റെ വേറൊരു കോൺസിക്വൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ട്രേഡ് ടോക്സ് ഫെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്താണ് കോൺസിക്വൻസസ് വരാൻ പോകുന്നുള്ള കാര്യം വെച്ചാൽ, ഇന്ത്യ ഇപ്പം 87 ബില്യൻ്റെ ഗുഡ്സാണ് ഓരോ ഇയറിൽ US ആയിട്ടുള്ള ട്രേഡ് ചെയ്യുന്നത്. അതിൽ തന്നെ 2025 ഇവർ ഗാർമെൻറ്റ്സ്, ഫാർമസ്യൂട്ടിക്കൽസ്, ജെംസ്, ജ്വല്ലറി, പെട്രോ കെമിക്കൽസ്, ഇതൊക്കെ ഇന്ത്യ രാജ്യത്തിൻ്റെ 2% GDP ആണ്.
സോ ഇതിപ്പം അനലിസ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്ന ഈ ടെൻഷൻ കുറച്ചും കൂടി അധികമാകില്ല. ഇറ്റ് വിൽ സ്പിൽ ഓവർ ടു അതർ ഏരിയാസ് ലൈക്ക് വർക്ക് വിസാസ് ഫോർ ടെക്നിക്കൽ പ്രൊഫഷണൽസ്, ഓഫ് ഷോറിംഗ് സർവീസിങ്. സോ ഇന്ത്യനെ നോക്കുക വെച്ചാൽ ഇന്ത്യ ഹാസ് ലോങ് ബിൻ എ മേജർ ബെനിഫിഷ്യറി ഓഫ് US വിസ പ്രോഗ്രാംസ്, ഔട്ട്സോഴ്സിങ് സോഫ്റ്റ്വെയർ ആൻഡ് ബിസിനസ് സർവീസ്. ഇതൊക്കെ ഇന്ത്യക്ക് ബാധിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സോ അതാണ് മാർക്കറ്റ് ഇന്നിപ്പം IT സ്റ്റോക്സ് ഒക്കെ നിങ്ങൾ വാച്ച് ചെയ്തിട്ടുണ്ടാകും, വളരെ ഒരു വീക്കർ സെക്ഷനാണ് അത് കണ്ടത്. എനിവേ അത് നമുക്കിനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ പറയാൻ പറ്റും. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇത് ഇറ്റ് ഈസ് വെരി ഈസി ടു ഇന്ത്യക്ക് വളരെ ഈസി ആയിട്ട് ഇത് നെഗോഷിയേറ്റ് ചെയ്ത് വിൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. പിന്നെ ഇന്നിപ്പോൾ ടൈറ്റാൻ്റെ ജ്വല്ലറി, ടൈറ്റാൻ ഇന്ന് നല്ല നമ്പേഴ്സാണ് വന്നിരുന്നത്. ടൈറ്റാൻ നല്ല മൂവ് ചെയ്തു. അതിന് നല്ല 52% ഇൻക്രീസാണ് അവരെ ഫസ്റ്റ് ക്വാർട്ടറിൽ പ്രോഫിറ്റ് വന്നിട്ടുള്ളത്. സോ അത് ഗോൾഡ് പ്രൈസ് കൂടിയുണ്ട്. അവരുടെ കയ്യിൽ ഗോൾഡ് കുറേ ഇൻവെൻറ്ററി ഉണ്ടല്ലോ. സോ നാച്ചുറലി അവരെ ഗോൾഡിൻ്റെ പ്രൈസ് കൂടി, അവരുടെ പ്രോഫിറ്റബിലിറ്റിയും കൂടിയിട്ടുണ്ട്. പിന്നെ കമ്മിൻസിൻ്റെ നല്ല റിസൾട്ടാണ് വന്നിട്ടുള്ളത്. ഭാരതി എയർടെലിൻ്റെ സുനിൽ മിത്തൽ എന്ന് പറയുന്ന അയാൾ ഏകദേശം ഒരു 1 ബില്യൻ്റെ അവരെ ഹോൾഡിങ് വിൽക്കാമെന്ന് കേൾക്കുന്നത്. അതിൻ്റെ ഫ്ലോർ പ്രൈസ് 1962 അവർ ഫിക്സ് ചെയ്തിട്ടുള്ളത്. സോ ഇന്ന് ഏകദേശം ആ പ്രൈസിലാണ് ട്രേഡ് ചെയ്യേണ്ടത്. സോ ഭാരതിയൊക്കെ വളരെ ഹൈലായത്. പ്രൊമോട്ടേഴ്സ് ഇപ്പം വിറ്റ് പോകാന്ന് ഈ വളരെ പ്രൈസ് കൂടിയ കമ്പനീസൊക്കെ പ്രൊമോട്ടേഴ്സ് വിൽക്കുകയാണ് കാണുന്നത് ഞാനിപ്പം. അതാണ് വേറൊരു സംഗതി. പക്ഷേ ഇതിന് ഭാരതീൻ്റെ പറഞ്ഞ സമയത്താണ് എനിക്ക് ഐ തോട്ട് ഐ ക്യാൻ ടോക്ക് ടു റിഗാർഡിങ് കല്യാൺ ജ്വല്ലേഴ്സ്. കല്യാൺ ജ്വല്ലേഴ്സ് ഇന്ന് വളരെ ഏകദേശം സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഓൾമോസ്റ്റ് CMP ഉള്ളത് 528 കല്യാൺ ജ്വല്ലേഴ്സ്. പക്ഷേ ഈ കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ഞാൻ കാണുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ, കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ഡെപ്റ്റ് ഏകദേശം ഒരു 5000 കോടീൻ്റെ അടുത്ത് ഡെപ്റ്റുള്ളൊരു കമ്പനിയാണ് കല്യാൺ ജ്വല്ലേഴ്സ്. അവരെ സെയിൽസ് ഗ്രോത്ത് 32% കാണിച്ചിട്ടുണ്ട്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 23% മുകളിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇത്രയധികം ഡെപ്റ്റുള്ളൊരു കമ്പനി, ദാറ്റ് ഈസ് എ ബിഗ് ഇഷ്യൂ. സോ അതാണ് ഒരു കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ഒരു പ്രശ്നം. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് വറിഡ് മീ. ബട്ട് എനിവേ കല്യാൺ ജ്വല്ലേഴ്സ് ഇഫ് യു ഗെറ്റ് സംവെയർ ഒരു 400 രൂപ ലെവലിലൊക്കെ വരണമെന്ന് എനിക്ക് തോന്നുന്നത്. ഹൂ നോസ് വെൻ ഇറ്റ് ഈസ് ഗോയിങ് ടു കം. സോ കല്യാൺ ജ്വല്ലേഴ്സും ടൈറ്റാണ് ഞാൻ കമ്പാരിസൺ തോന്നിയത്. പക്ഷേ ഞാൻ വേറൊരു കമ്പനി കാണുന്നത് നല്ലൊരു കമ്പനിയായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നത് വെച്ചാൽ VST ഇൻഡസ്ട്രീസ്, നമ്മൾ സിഗരറ്റ് ഉണ്ടാക്കുന്ന വസീർ സുൽത്താൻ ഇൻഡസ്ട്രീസ്, VST ഇൻഡസ്ട്രീസ്. അതിപ്പോൾ 250 റുപ്യയിൽ അങ്ങനെ CMP കാണുന്നത്. സോ ഐ തിങ്ക് ഇറ്റ് ഈസ് സംതിങ് ഒരു ഒരു കറക്റ്റഡ് ലെവലിലാണ് VST ഇൻഡസ്ട്രീസ് കാണുന്നത്. പക്ഷേ VST ഇൻഡസ്ട്രീസൊക്കെ കടമില്ലാത്ത കമ്പനിയാണ്, ഡെപ്റ്റ് ഫ്രീ ആണ്. പിന്നെ അതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഗ്രോത്ത് കുറച്ച് കുറവാണ്. അതാണ് അതിൻ്റെ പ്രശ്നം. സെയിൽസ് ഗ്രോത്ത് 5% കാണിക്കുന്നുള്ളൂ സിഗരറ്റിൻ്റെ. സോ അഗെയിൻ ദിസ് ഈസ് എ ഡെപ്റ്റ് ഫ്രീ കമ്പനി. അതുപോലെ വേറൊരു കമ്പനി ഞാൻ ഇന്ന് കാണുന്നത് പിന്നെ CMS ഇൻഫോ സിസ്റ്റംസ് എന്നൊരു കമ്പനി. ഇതും ഡെപ്റ്റ് ഫ്രീ ആയിട്ടുള്ള കമ്പനിയാണ്. മാർക്കറ്റ് ക്യാപ്പ് 7300 കോടിയുള്ള കമ്പനിയാണ്. ഈ CMS ഇൻഫോ സിസ്റ്റമാണ് ഇന്ത്യയിലെ ലാർജസ്റ്റ് ക്യാഷ് മാനേജ്മെൻറ്റ് കമ്പനി. ഈ ATM പോയിൻറ്റ്സിലൊക്കെ ക്യാഷ് ലോജിസ്റ്റിക്സ് ചെയ്യുന്ന കമ്പനിയാണ്. ബാങ്കിൽ, ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കോമേഴ്സ് കമ്പനി, ഇതൊക്കെ. പക്ഷെ അവരെ ഇബിറ്റ് ലാസ്റ്റ് ഏകദേശം ഒരു 500 കോടീൻ്റെ അടുത്ത് ഇബിറ്റ് ഉണ്ട്. കംപ്ലീറ്റ്ലി ഡെപ്റ്റ് ഫ്രീ ആണ് കമ്പനി. സ്റ്റോക്ക് P ഓൾമോസ്റ്റ് 19 CMS ഇൻഫോ സിസ്റ്റംസ്. ഇതൊക്കെ നല്ലൊരു കമ്പനിയായിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷേ എനിവേ ഇതെന്ന് ഞാനൊരു ബയർ റെക്കമെൻഡേഷൻ എന്നുള്ള പറയുന്നത്, ഞാൻ ജസ്റ്റ് ഒരു അനലൈസ് ചെയ്യാണ്. സോ ഈ കമ്പനി അതുപോലെ ഇന്ന് PG ഇലക്ട്രോ പ്ലാസ്റ്റ് എന്ന കമ്പനി നന്നായി കറക്റ്റ് ചെയ്തിട്ടുണ്ട്. PG ഇലക്ട്രോ പ്ലാസ്റ്റ് ഈസ് ഓൾസോ അവർ വൺ ഓഫ് ദി ഫ്ലാഗ്ഷിപ്പ് കമ്പനി ഓഫ് PG ഗ്രൂപ്പാണ്. അത് കമ്പനി നല്ലൊരു കമ്പനിയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇന്ന് നന്നായിട്ട് മൂവ് ചെയ്തൊരു കമ്പനി നമ്മുടെ ഈ ഇന്ത്യ ഗേറ്റ് ബസ്മതി റൈസ് ഉണ്ടാക്കുന്ന കമ്പനി KRBL എന്ന കമ്പനി. KRBL ഇപ്പോൾ 428 രൂപയാണ്. KRBL പറയുന്ന അവർ ലോകത്തിലെ ഏറ്റവും വലിയ ബ്രാൻഡാണ് ഈ ബസ്മതി റൈസിൽ. അവരാണ് ഈ ലോകത്തിലെ വലിയ ബ്രാൻഡ് എന്ന് പറയുന്നത്. സോ അവർ കമ്പനി അങ്ങനെ ക്ലെയിം ചെയ്യുന്നു. പക്ഷേ അതിൻ്റെ കമ്പനിയുടെ നോക്കുകയെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഷോയിങ് ഗുഡ് പെർഫോമൻസ്. ഇബിറ്റ് ലാസ്റ്റ് ഇയർ 655 കോടി കാണിച്ചിട്ടുണ്ട്. ക്യുക്ക് റേഷ്യോ 1.6, ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനിയാണ്. ROC 11% മുകളിൽ കാണിക്കുന്നുണ്ട്. സോ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഗ്രോത്ത് 10% കാണിക്കുന്നുണ്ട് ആ കമ്പനി. അത് ദാറ്റ്സ് നന്നായിട്ട് മൂവ് ചെയ്തിട്ടുണ്ട് ആ കമ്പനി. അതുപോലെ ഞാൻ പറയേണ്ട ഒരു കമ്പനിയാണ് നമ്മുടെ പിന്നെ NSDL. ഇന്നലെ ലിസ്റ്റ് ചെയ്ത സമയത്ത് ഏകദേശം ഒരു 900 രൂപേൻ്റെ അടുത്ത് 894 തുടങ്ങിയിട്ട് ഇന്നിപ്പോൾ അത് ഏകദേശം 1300 രൂപയായി. സോ ഇന്നലെ 100 സ്റ്റോക്ക് വാങ്ങിച്ചു കൂട്ടുക ഏകദേശം ഒരു 30,000 രൂപ മിഞ്ഞാന്ന് വാങ്ങിച്ചു കൂട്ടുക ഉണ്ടാക്കാൻ പറ്റുന്ന സ്റ്റോക്കായിരുന്നു NSDL. നല്ലൊരു ലിസ്റ്റിങ്ങിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു തന്നെ മിഞ്ഞാന്ന് NSDL കുറിച്ചിട്ട്.
അതുപോലെ വേറൊരു കമ്പനി ഞാൻ ഇന്ന് കണ്ട നല്ലൊരു മൂവ് ചെയ്ത കമ്പനിയാണ് DMCC സ്പെഷ്യാലിറ്റി കെമിക്കൽസ്. DMCC സ്പെഷ്യാലിറ്റി കെമിക്കൽസ് കോമോഡിറ്റി സ്പെഷ്യാലിറ്റി കെമിക്കൽസ് ഉണ്ടാകുന്ന കമ്പനിയാണ്. അത് ഇന്ത്യയിലെ ഫസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് സൾഫ്യൂരിക് ആൻഡ് ഫോസ്ഫേറ്റ് ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. സോ അവർക്ക് എത്തനോൾ, സൾഫർ ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. സോ ഇതിപ്പോൾ കാണിക്കുന്നത് CMP 336 ആണ്. അതിന് ഞാൻ കാണുന്ന ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഗ്രോത്ത് ഓൾമോസ്റ്റ് 97% ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഗ്രോത്ത് ഉള്ളൊരു കമ്പനിയാണ് CMC. സോ ദിസ് ആർ ദ കമ്പനീസ് ഐ തിങ്ക്. DMCC സ്പെഷ്യാലിറ്റി കെമിക്കൽസ് നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന കമ്പനിയാണ്. സോ എനിവേ തിങ്കളാഴ്ച ഇപ്പോൾ മാർക്കറ്റ് എങ്ങനെ ഓപ്പൺ ചെയ്യുന്നത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. സോ ഐ തിങ്ക് മാർക്കറ്റ് ഇതൊരു ഒരു 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 ക്രൂസിയൽ സപ്പോർട്ട് ലെവലാണ്. ഐ തിങ്ക് ഇറ്റ് ഷുഡ് നോട്ട് ബ്രേക്ക് എന്നാണ് ഐ വിഷ്. Anyway, thank you very much for viewing my channel. Please do subscribe my channel.